The ratio of time taken by Anup and Ramesh to complete a task is 5:4. The total wages of Anup and Ramesh is rupees 18,540. Then find the wages of Ramesh. Option A 10,400. Option B 11,300. Option C 10,350. Option D 10,300. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്. ദ റേഷ്യോ ഓഫ് ടൈം ടേക്കൺ ബൈ അനൂപ് ആൻഡ് രമേഷ് ടു കംപ്ലീറ്റ് എ ടാസ്ക് ഈസ് 5:4. അനൂപ്, രമേഷ് എന്നീ രണ്ട് വ്യക്തികൾ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാനെടുക്കുന്ന സമയങ്ങൾ തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 5:4 ആണ്. ഇഫ് ദ ടോട്ടൽ വേജസ് ഓഫ് അനൂപ് ആൻഡ് രമേഷ് ഈസ് 18,540, ദെൻ ഫൈൻഡ് ദ വേജസ് ഓഫ് രമേഷ്. ഇപ്പോൾ അവർക്ക് കിട്ടുന്ന കൂലിയുടെ ടോട്ടൽ എന്ന് പറയുന്നത് 18,540 രൂപ ആണെങ്കിൽ രമേഷിന് എത്ര രൂപ കിട്ടിയെന്നാണ് കണ്ടുപിടിക്കാനുള്ളത്. ക്വസ്റ്റ്യൻ ഏതാണ്? അനൂപും രമേഷും ഒരു വർക്ക് ചെയ്യുന്നു. അവർ വർക്ക് ചെയ്യാനെടുക്കുന്ന സമയങ്ങളുടെ അംശം എന്ന് പറയുന്നത് 5:4 ആണ്. അവർക്ക് കിട്ടിയ ടോട്ടൽ വേജ് എന്ന് പറയുന്നത് 18,540 രൂപ ആയാൽ രമേഷിന് എത്ര രൂപ കിട്ടി? അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നോക്കുന്നത് എന്താണ്? അവരുടെ ടൈമുകളുടെ അംശം എത്രയാണ്? അവരുടെ ടൈമുകളുടെ അംശം എന്ന് പറയുന്നത് 5:4 ആണ്. അതായത് അനൂപ് 5 ദിവസം എടുക്കുമെങ്കിൽ രമേഷ് 4 ദിവസം. റൈറ്റ്. അടുത്താണ് പറയുന്നത് അരുണിനും രമേഷിനും കിട്ടിയ വേജസിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് എത്രയാണ്? 18,540. റൈറ്റ്. ഇത് രണ്ടുമാണ് ഇതിൽ തന്നിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? അനൂപും രമേഷും അവർ ഒരു വർക്ക് ചെയ്യാൻ എടുക്കുന്ന ദിവസങ്ങളുടെ അംശം എന്താണ്? 5:4. അതായത് അനൂപ് 5 ദിവസം കൊണ്ട് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യുമെങ്കിൽ രമേഷ് അത് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 4 ദിവസം എടുക്കും. അപ്പോൾ ആർക്കായിരിക്കും കൂടുതൽ കൂലി കിട്ടേണ്ടത്? രമേഷിനാണ്. കാരണം എഫിഷ്യൻസി കൂടിയത് രമേഷിനാണ്. റൈറ്റ്. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് ഈ അംശബന്ധം വെച്ച് തന്നെ നമുക്ക് ഒരു വാല്യൂ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ആദ്യം അംശബന്ധങ്ങളുടെ തുക എഴുതുക. 9 ഡിവൈഡ് ബൈ 5 എന്ന് പറയുന്നത് ഒരാളുടേത് ഇൻറ്റു ടോട്ടൽ എമൗണ്ട് 18,540. റൈറ്റ്. 540. ഇതിനെ ക്യാൻസൽ ചെയ്യുമ്പോൾ 9 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. 18 2 പ്രാവശ്യം. റിമൈനിങ് 0. അപ്പോൾ 5 നമുക്ക് പറ്റില്ല. അതുകൊണ്ട് 0 കൊടുത്തു. 54 8 6 9 54. ഇനി 0 അതുപോലെ എടുത്തെഴുതി. അതായത് 2060. 2060 ഇൻറ്റു എത്രയാണ്? 10 പ്രാവശ്യത്തെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 20,600. അപ്പോൾ അതിൻ്റെ പകുതി എടുത്താൽ മതിയല്ലോ. 20,600ൻ്റെ പകുതി എന്ന് പറയുന്നത് 10,300 ആയിരിക്കും. റൈറ്റ്. 10,300. അപ്പോൾ ഒരാൾക്ക് കിട്ടുന്നത് 10,300 ആണ്. റൈറ്റ്. മറ്റേ ആൾക്ക് എത്ര കിട്ടും? ടോട്ടൽ എമൗണ്ട് 18,540. അതിൽ നിന്നും 10,300 കുറച്ചാൽ റിമൈനിങ് വരുന്നത് എത്രയാണ്? 8,240 അല്ലേ? 8,240. റൈറ്റ്. ഇനി നമുക്കറിയാനുള്ളത് ഇതിൽ ഏതാണ് അനൂപിൻ്റെ വേജും ഏതാണ് രമേഷിൻ്റെ വേജ് എന്നാണ്. റൈറ്റ്. നാം നേരത്തെ എന്താണ് പറഞ്ഞത്? അനൂപ് 5 ദിവസം എടുക്കുമെങ്കിൽ രമേഷ് 4 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ എഫിഷ്യൻസി കൂടി ആരാണ്? രമേഷ്. അപ്പോൾ ആർക്കാണ് കൂടുതൽ കിട്ടാനുള്ളത്? രമേഷിന്. അപ്പോൾ രമേഷിന് കിട്ടുന്നത് എത്രയായിരിക്കും? 10,300. അനൂപിന് കിട്ടുന്നത് 8,240 ആയിരിക്കും. അങ്ങനെ വേണം നോക്കാൻ. അല്ല ഡേയ്സ് കൂടുതൽ എടുത്താൽ പറഞ്ഞാൽ അവർക്ക് കൂടുതൽ സാലറി കൊടുക്കുന്നു എന്നല്ല അർത്ഥം. എഫിഷ്യൻസി ആർക്കാണ് കൂടുതൽ നോക്കുക? അപ്പോൾ എഫിഷ്യൻസി കൂടുതലുള്ള ആർക്കാണ്? രമേഷിനാണ്. കാരണം രമേഷ് 4 ദിവസം കൊണ്ട് തന്നെ ജോലി കംപ്ലീറ്റ് ചെയ്യും. അതേസമയം അനൂപാണെങ്കിൽ അത് 5 ദിവസം എടുക്കും. അപ്പോൾ ആർക്കാണ് എഫിഷ്യൻസി കൂടുതൽ? രമേഷ്. അപ്പം
രമേശിനാണ് കൂടുതൽ തുക കിട്ടുക, 10,300 രൂപ തന്നിരിക്കുന്നു. നമുക്ക് കണ്ടുപിടിക്കാനുള്ള എന്താണ്? വേജ് ഓഫ് രമേശ്. അപ്പോൾ രമേശിൻ്റെ വേജ് എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി തന്നെയാണ്, 10,300. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് 42 ബോയ്സ് ഏൺ ₹4,690 in 5 days, what will 45 boys earn in 9 days? Option A 9,045, option B 4,321.7, option C 7,682.80, and option D 3,478.9. ഇപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, ഇഫ് 42 ബോയ്സ് ഏൺ ₹4,690 in 5 days, what will 45 boys earn in 9 days? 42 ബോയ്സ് 5 ദിവസം കൊണ്ട് 4,690 രൂപ നേടുന്നുവെങ്കിൽ 45 ബോയ്സ് 9 ദിവസം കൊണ്ട് എത്ര രൂപ കിട്ടും? ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇതിലെന്താണ് പറഞ്ഞത്? നമുക്ക് ആ ബോയ്സ്, ഒരു ബോയ്ക്ക് കിട്ടുന്ന ക്യാഷ് എന്ന് പറയുന്നത് നമുക്ക് ബി എന്നതിനെ കൊടുക്കാം. ഫസ്റ്റ് ലെറ്റർ ബി എന്നതിനെ കൊടുക്കാം. അപ്പോൾ ഒരു ബോയ്ക്ക് കിട്ടുന്നത് ബി എങ്കിൽ നമുക്ക് എന്താണ് പറഞ്ഞിട്ടുള്ളത്? 42 ബോയ്സ് 5 ദിവസം കൊണ്ടാണ് എത്ര കിട്ടുന്നത്? 4,690. അപ്പോൾ 42 ബോയ്സ് എന്ന് പറയുമ്പോൾ 42 ഇൻറ്റു ബി എത്ര ദിവസം കൊണ്ടാണ്? 5 ദിവസം. അപ്പോൾ അതിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇത് എന്ത് ഈക്വലാണ്? 4,690. അപ്പം 42 എണ്ണമാണ്. 42 ബോയ്സ് 5 ദിവസം കൊണ്ട് 4,690 കിട്ടുന്നു. റൈറ്റ്, ഇതാണ് ഫസ്റ്റ് പോയിൻ്റ്. നമുക്ക് കണ്ടുപിടിക്കാം എന്താണ്? 45 ബോയ്സ് 9 ദിവസം വർക്ക് ചെയ്താൽ എത്ര രൂപ കിട്ടുമെന്നാണ് കണ്ടുപിടിക്കാനുള്ളത്. റൈറ്റ്, ഇതാണ് കണ്ടുപിടിക്കാനുള്ളത്. നമുക്കിതിനെ എക്സ് എന്ന് കൊടുക്കാം. കിട്ടുന്ന വാല്യൂ എക്സ് എന്ന് കൊടുക്കാം. റൈറ്റ്, അപ്പോൾ ക്വസ്റ്റ്യൻ തന്നെയാണ് 42 ബോയ്സ് 5 ദിവസം, അതായത് 42 ഇൻറ്റു ഒരു ബോയ്ക്ക് എത്ര കിട്ടും, അത് ബി എന്ന് കൊടുത്തു. 42 ഇൻറ്റു ബി ഇൻറ്റു 5 ദിവസം, അപ്പം ഇൻറ്റു 5, 4,690. അപ്പോൾ കണ്ടുപിടിക്കാനുള്ളത് അങ്ങനെയെങ്കിൽ 45 ബോയ്സ് 9 ദിവസം കൊണ്ട്. റൈറ്റ്, അപ്പോൾ ഇതിനെ നമുക്ക് സിമ്പിളിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടാം? ബി ഈക്വൽ ടു എഴുതി എങ്ങനെ കിട്ടും? ബി ഈക്വൽ ടു 4,690 ഡിവൈഡഡ് ബൈ 42 ഇൻറ്റു 5. റൈറ്റ്, അതുപോലെ ഈ ഇക്വേഷൻ നമുക്ക് സിമ്പിളിഫൈ ചെയ്ത് എങ്ങനെ കിട്ടും? ബി ഈക്വൽ ടു ആക്കണമെങ്കിൽ ഇവിടെ എക്സ് ഉണ്ട് റൈറ്റ് സൈഡിൽ, ലെഫ്റ്റ് സൈഡിലുള്ള റൈറ്റ് സൈഡിൽ കൊണ്ടുപോകുന്നു. 45 ഇൻറ്റു 9. റൈറ്റ്, ഇപ്പോൾ നമുക്ക് ഈ രണ്ട് ഇക്വേഷൻ നോക്കുമ്പോൾ 1, 2 ഈ രണ്ട് ഇക്വേഷൻ നോക്കുമ്പോൾ ലെഫ്റ്റ് സൈഡ് ഈക്വലാണ്. അപ്പോൾ റൈറ്റ് സൈഡും ഈക്വൽ ആയിരിക്കണം. നമുക്ക് ഇതിനെ സിമ്പിളിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും 4,690 ഡിവൈഡഡ് ബൈ 42 ഇൻറ്റു 5 ഈക്വൽ ടു എക്സ് ഡിവൈഡഡ് ബൈ 45 ഇൻറ്റു 9. നമുക്കിതിനെ എക്സ് ഈക്വൽ ടു എന്നാക്കുമ്പോൾ എങ്ങനെ വരും? എക്സ് ഈക്വൽ ടു 4,690 ഇൻറ്റു 45 ഇൻറ്റു 9 ദ ഹോൾ ഡിവൈഡ് ബൈ 42 ഇൻറ്റു 5. റൈറ്റ്, ഇത് നമുക്ക് സാധാരണ ക്യാൻസൽ ചെയ്ത് നോക്കിയാൽ മതി. നമുക്കിവിടെ 5 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 5, 9, 5, 45. ഇനി ഇവിടെ ചിലപ്പോൾ നമുക്ക് എത്ര കൊണ്ട് ക്യാൻസൽ ചെയ്യാം? 3 കൊണ്ട് ക്യാൻസൽ ചെയ്യാമല്ലോ. അപ്പോൾ 14, 3. റൈറ്റ്, ഈ 14 7 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 14 7 2 പ്രാവശ്യം. ഇവിടെ വരുമ്പോൾ 46 7 6 7 42, 6 7 42, റിമൈനിങ് 4 7 7 49. ആ 0 അതുപോലെ എഴുതി. ഇനി ഇതിനെ സിംപ്ലിഫൈ നോക്കാം. 2 കൊണ്ട് 670 സിംപ്ലിഫൈ ചെയ്യാം. 2 കൊണ്ട് 6 2 3 പ്രാവശ്യം, 7 2 3 പ്രാവശ്യം, റിമൈനിങ് 1, 10 2 5 പ്രാവശ്യം. അപ്പോൾ നമുക്ക് കിട്ടിയത് 335 9 3. അപ്പോൾ
335 ഇൻറ്റു 9, 9 5 45, 1 2 3 27, 27 4 31, 27, 27 3 30, 3015. 3015 ഇൻറ്റു 3 എത്രയാണ്? നമുക്കറിയാം 9045. അപ്പോൾ എക്സ് ഈക്വൽ ടു 9045, റൈറ്റ്? അതായത് എന്താണ് എക്സ് എന്ന് കൊടുത്തത്? 45 ബോയ്സ് 9 ദിവസം ജോലി ചെയ്താൽ കിട്ടുന്ന എമൗണ്ടാണ് എക്സ്. അപ്പോൾ എക്സ് ഈക്വൽ ടു 9045 തന്നിരിക്കുന്ന ഓപ്ഷനിൽ എ ആണ് ആൻസർ. Next question, A and B together are supposed to do 13 by 15 of the work, and B and C together 11 by 20 of the work. If the difference between wages of A and C is rupees 7,600, then the total wages of A and C is option A 14,000, option B 36,000, option C 18,000 and option D 56,000. ഇപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, എ ആൻഡ് ബി ടുഗദർ ആർ സപ്പോസ്ഡ് ടു ഡു 13 by 15 ഓഫ് ദ വർക്ക്. എയും ബിയും കൂടി ഒരു വർക്കിൻ്റെ 15/13 ഭാഗം ചെയ്യുന്നു. ആൻഡ് ബി ആൻഡ് സി ടുഗദർ 11 by 20 ഓഫ് ദ വർക്ക്. ബിയും സിയും കൂടി 20/11 വർക്ക് ചെയ്യുന്നു. ഇഫ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വേജസ് ഓഫ് എ ആൻഡ് സി ഈസ് 7,600, ദെൻ ദ ടോട്ടൽ വേജ് ഓഫ് എ ആൻഡ് സി. എക്ക് കിട്ടിയ വേജും സിക്ക് കിട്ടിയ വേജിൻ്റെയും ഡിഫറൻസ് എന്ന് പറയുന്നത് 7,600 രൂപയാണ്. ദെൻ ദ ടോട്ടൽ വേജസ് ഓഫ് എ ആൻഡ് സി എങ്കിൽ എയുടെയും സിയുടെയും കൂലികൾ തമ്മിൽ കൂട്ടിയാൽ എത്ര രൂപ കിട്ടും? ക്വസ്റ്റ്യൻ എത്രയേ ഉള്ളൂ, എയും ബിയും കൂടി ഒരു ജോലിയുടെ 15/13 ഭാഗം ചെയ്യുന്നു. ബിയും സിയും കൂടി ഒരു ജോലിയുടെ 20/11 ഭാഗം ചെയ്യുന്നു. എയുടെയും സിയുടെയും വേജസിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 7,600 രൂപയായാൽ അവരുടെ, അതായത് എയുടെയും സിയുടെയും വരുമാനങ്ങളുടെ തുക എത്ര? അപ്പോൾ നോക്കുക, ആദ്യം തന്നിട്ടുള്ള വാല്യൂസ് നമുക്ക് എഴുതാം. എ ആൻഡ് ബി ഇവർ ചെയ്യുന്ന വർക്കാണ് 13 by 15, 15/13 ഭാഗം വർക്ക് ചെയ്യുന്നു. അടുത്തെന്താണ് പറയുന്നത്? ബി ആൻഡ് സി 11 by 20 വർക്ക് ചെയ്യുന്നു. അടുത്ത് പറഞ്ഞിട്ടുള്ളത് എയുടെ വരുമാനവും സിയുടെ വരുമാനത്തിൻ്റെയും ഡിഫറൻസ് എന്ന് പറയുന്നത് 7,600 രൂപയായാൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എയുടെ വരുമാനവും സിയുടെ വരുമാനവും കൂട്ടുമ്പോൾ കിട്ടുന്ന, അതായത് അവരുടെ എയുടെയും സിയുടെയും വരുമാനങ്ങളുടെ തുകയാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമുക്കൊരു നമ്പർ അസ്യൂം ചെയ്യണം. ടൈം ആൻഡ് വർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ധാരാളം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളവിടെ ചെയ്തിട്ടുണ്ട് ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് നമ്മൾ LCM ആയിട്ടാണ് എടുത്തത്. അപ്പോൾ നമുക്കിവിടെ ടോട്ടൽ വർക്ക് നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ 15 കൊണ്ടും 20 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കോമൺ നമ്പർ. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്കറിയാം 20ഉം 15 നമുക്ക് എടുക്കാൻ പറ്റുന്ന 60, റൈറ്റ്? അപ്പോൾ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് നമ്മൾ 60 എടുത്തു, 60, റൈറ്റ്? 60 എങ്കിൽ എയും ബിയും കൂടി എത്രയാണ് ചെയ്തത്? എ ആൻഡ് ബി കൂടി ചെയ്തത് 30 ഡിവൈഡ് ബൈ 15 എന്തിൻ്റെയാണ്? 60ൻ്റെ. 60ൽ
60ൻ്റെ 15/13 ഭാഗമാണ് ചെയ്തത്. ടോട്ടൽ വർക്ക് 60, അതിൻ്റെ 15/13. പിന്നെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 60/15 4 പ്രാവശ്യം. 13 × 4 52. അതായത് 52 യൂണിറ്റ് വർക്ക് ഇവർ ചെയ്യുന്നു. 52 യൂണിറ്റ് വർക്ക്. റിമൈനിങ് വർക്ക് ചെയ്യുന്ന ആരാണ്? സി ആണല്ലേ. അപ്പോൾ സി ചെയ്യുന്ന എത്ര യൂണിറ്റാണ്? മൊത്തം 60. അതിൽ 52 എയും ബിയും ചെയ്തു. റിമൈനിങ് വരുന്നത് 8 യൂണിറ്റ്. അപ്പം സി ചെയ്യുന്ന എത്രയാണ്? 8 യൂണിറ്റ്. റൈറ്റ്. നമുക്കപ്പോൾ സി എത്ര യൂണിറ്റ് ചെയ്യുന്നു കിട്ടി. അടുത്ത കണ്ടീഷൻ എന്താണ്? അപ്പോൾ നമുക്ക് ഇവിടെ ചെയ്ത് കഴിഞ്ഞു. അടുത്ത് ചെയ്യാനുള്ളത് ബിയും സിയും കൂടി 20/11 വർക്ക് ചെയ്യുന്നു. ബി ആൻഡ് സി 20/11 വർക്ക്. റൈറ്റ്. ടോട്ടൽ വർക്ക് 60 ആണ്. 60ൻ്റെ 20/11. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 60/20 3 പ്രാവശ്യം. അതായത് 33 യൂണിറ്റ്. 33 യൂണിറ്റാണ് ചെയ്യുന്നത്. റൈറ്റ്. അപ്പോൾ ഇതിൽ നിന്നും റിമൈനിങ് വർക്ക് എ ആണ് ചെയ്യുന്നത്. അപ്പോൾ എ എത്ര ചെയ്യും? 60 മൈനസ് ടോട്ടൽ വർക്കായ 60 മൈനസ് ബിയും സിയും കൂടി ചെയ്ത വർക്ക് 33. അപ്പോൾ എത്ര വന്നു? റിമൈനിങ് ഉള്ളതാണ് 27 യൂണിറ്റ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടി? സി എത്ര യൂണിറ്റ് വർക്ക് ചെയ്തെന്ന് കിട്ടി? 8. എ എത്ര യൂണിറ്റ് വർക്ക് ചെയ്തെന്ന് കിട്ടി? 27 യൂണിറ്റ്. റൈറ്റ്. അടുത്ത നമ്മൾ ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇവരുടെ കൂലികളുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് 7600 ആണ്. അതായത് എ എത്ര വർക്ക് ചെയ്യും, അത് മൈനസ് ബി എത്ര വർക്ക് ചെയ്യും നോക്കിയാൽ മതി. അതായത് എ 27. റൈറ്റ്. അതിൽ എയിൽ നിന്ന് സി. അപ്പോൾ 27 എ ചെയ്യുന്നതാണ്. സി ചെയ്യുന്നത് 8 യൂണിറ്റ് വർക്കാണ്. മൈനസ് ചെയ്യുമ്പോൾ 19 യൂണിറ്റ്. റൈറ്റ്. 27 8 പോയ 19. അതായത് 19 യൂണിറ്റ് വർക്ക് ചെയ്യാനാണ് അവർക്ക് എത്ര രൂപ കിട്ടിയത്? 7600 രൂപ. 7600. അപ്പോൾ ഒരു യൂണിറ്റ് ചെയ്യാനോ? ഒരു യൂണിറ്റ് ചെയ്യാൻ എത്രയാണ്? ഒരു യൂണിറ്റ് ചെയ്യാൻ 7600 ഭാഗം 19 അല്ലേ. 19 ചെയ്യുമ്പോൾ 1976 4 പ്രാവശ്യം. അതായത് 400 രൂപ. അതായത് 400 രൂപ. അതായത് ഒരു യൂണിറ്റ് വർക്ക് ചെയ്യാൻ 400 രൂപയാണെന്ന് കിട്ടി. റൈറ്റ്. അപ്പോൾ നമ്മളിവിടെ എന്താണ് പറഞ്ഞത്? എ എത്ര യൂണിറ്റ് ചെയ്യുന്നു? 27 യൂണിറ്റ്. റൈറ്റ്. എ ചെയ്യുന്നത് 27 യൂണിറ്റ്. അപ്പോൾ 27 യൂണിറ്റ്. അപ്പം എയുടെ ടോട്ടൽ വേജ് എങ്ങനെയാണ് പിടിക്കുക? 27 യൂണിറ്റ് വർക്ക് ചെയ്യും. ഒരു യൂണിറ്റിന് 400. അപ്പോൾ 27 × 400 ഈക്വൽ ടു, അപ്പോൾ 27 × 4 എത്രയാണ്? 108. 20. അതായത് എക്ക് 10800 കിട്ടും. അടുത്ത് സി 8 യൂണിറ്റ് വർക്കാണ് ചെയ്യുന്നത്. ഒരു യൂണിറ്റിന് 400 രൂപ. അപ്പോൾ 8 × 400. 8 × 4 എത്രയാണ്? 32. 20. 3200. അതായത് എക്ക് 10800 രൂപ വേജ് കിട്ടും. സിക്കാണെങ്കിൽ 3200. അപ്പോൾ ടോട്ടൽ വേജ് എത്രയാണ്? അപ്പോൾ എ പ്ലസ് സി എത്രയാണ്? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. അതായത് 10800 പ്ലസ് 3200. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 10 3 13. 13 1. അതായത് 800 പ്ലസ് 200. 10800 പ്ലസ് 3200 ഈക്വൽ ടു 14000 രൂപ ടോട്ടൽ വേജാണ്. എയുടെയും സിയുടെ വേജുടെ തുക 14000 രൂപ. തന്നിരിക്കുന്ന ഓപ്ഷനിൽ എ ആണ് ആൻസർ. റൈറ്റ്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. ക്വസ്റ്റ്യൻ തന്നിരുന്നു എയും ബിയും കൂടി ഒരു ജോലിയുടെ 15/13 ഭാഗം ചെയ്യുന്നു. അതേസമയം ബിയും സിയും കൂടി ആ ജോലിയുടെ 20/11 ഭാഗം ചെയ്യുന്നു. അടുത്ത് പറഞ്ഞത് എക്ക് കിട്ടുന്ന വേജും സിക്ക് കിട്ടുന്ന വേജിൻ്റെയും ഡിഫറൻസ് എന്ന് പറയുന്നത് 7600 രൂപയാണ്. എങ്കിൽ കണ്ടുപിടിക്കാനുള്ളത്
എയുടെയും സിയുടെയും വേജുകളുടെ തുക. അപ്പോൾ നമ്മൾ ആദ്യം LCM എടുത്തു. നമ്മൾ ടൈം ആൻഡ് വർക്കിലെല്ലാം ഫസ്റ്റ് ചെയ്യുന്ന മെത്തേഡ് എന്താണ്? LCM എടുക്കുക, അതായത് ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി. അപ്പോൾ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 60 എന്ന് കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നു, എയും ബിയും കൂടി 15ൽ 13 ഭാഗം ജോലി ചെയ്യുന്നു. ടോട്ടൽ വർക്ക് 60 ആണെങ്കിൽ അതിൻ്റെ 15ൽ 13 എന്ന് പറയുന്നത് 52 യൂണിറ്റ്. അതായത് എയും ബിയും കൂടി 52 യൂണിറ്റ് ചെയ്യുന്നു. അപ്പോൾ റിമൈനിങ് വർക്ക് ചെയ്യുന്ന ആരാണ്? സി ആണ്, മൂന്നാമത്തെ ആളാണ്. അപ്പോൾ സി ചെയ്യുന്നത് 8 യൂണിറ്റ് ആയിരിക്കും. അതായത് 60ൽ നിന്നും 52 കുറയ്ക്കുന്നു. സിമിലർലി അപ്പോൾ അതുപോലെ തന്നെ ബിയും സിയും പറയുമ്പോൾ അവർ രണ്ടുപേരും 20ൽ 11 വർക്ക് ചെയ്യുന്നു. ടോട്ടൽ വർക്ക് 60 ആണ്. അപ്പോൾ 60ൻ്റെ 20ൽ 11 എന്ന് പറയുന്നത് 33. അതായത് 33 യൂണിറ്റ് ബിയും സിയും കൂടെ ചെയ്യുന്നു. അപ്പോൾ റിമെയിൻ വർക്ക് ചെയ്യുന്ന ആരാണ്? എ ആണ്. എ 27 യൂണിറ്റ് അപ്പോൾ വർക്ക് ചെയ്യുന്നു. അവരുടെ ഡിഫറൻസ്, അതായത് എ 27 യൂണിറ്റ് വർക്ക് ചെയ്യും, സി 8 യൂണിറ്റ് വർക്ക് ചെയ്യും. അപ്പം അവരുടെ ഡിഫറൻസ് എത്ര യൂണിറ്റ് എന്ന് ചോദിച്ചാൽ 19 യൂണിറ്റ്. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അവരുടെ വേജസിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 7600 എന്നിട്ടുണ്ട്. അതായത് അതിൻ്റെ അർത്ഥം എന്താണ്? ഈ 19 യൂണിറ്റ് വർക്ക് ചെയ്യാൻ കൊടുക്കുന്ന തുകയാണ് 7600 രൂപ. അപ്പോൾ ഒരു യൂണിറ്റിൻ്റെ വേജ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 7600 ഡിവൈഡ് ബൈ 19, അതായത് 400 രൂപ. അപ്പോൾ ഇതിന് നമുക്ക് എയുടെയും സിയുടെയും കണ്ടുപിടിക്കാം വേജസ്. എയുടെ വേജ് എന്താണ്? എ 27 യൂണിറ്റാണ് വർക്ക് ചെയ്യുന്നത്. ഒരു യൂണിറ്റിന് 400 രൂപ. അപ്പോൾ എന്ത് ചെയ്യാം? 27 × 400, അതായത് 10800 രൂപയാണ് എക്ക് കിട്ടുന്നത്. അതേസമയം സി ആണെങ്കിൽ 8 യൂണിറ്റ് വർക്കാണ് ചെയ്യുന്നത്. അപ്പോൾ 8 × 1 യൂണിറ്റിൻ്റെ പ്രൈസ്, അതായത് 400 രൂപ. അപ്പോൾ 8 × 400 3200. അപ്പോൾ എക്കും സിക്കും കിട്ടിയ ടോട്ടൽ വേജാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതിന് 14000 രൂപ. അതായത് എക്കും സിക്കും കൂടി ടോട്ടൽ 14000 രൂപ വേജായി കിട്ടുന്നു.